കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റിങ്ങലിലുള്ള ലോഡ്ജ് മുറിയിൽ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം മുങ്ങിയ യുവാവിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് വടകര സ്വദേശിനിയായ അസ്മിനെയാണ് ഇന്നലെ രാവിലെ ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിനു ശേഷം പുതുപ്പള്ളി സ്വദേശിയും ലോഡ്ജിലെ ക്ലീനിംഗ് സ്റ്റാഫുമായ ജോബിൻ ജോർജ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടകര സ്വദേശിനിയായ 35-കാരി ആറ്റിങ്ങലിലെ ലോഡ്ജിൽ മുറിയെടുക്കാനെത്തിയത്. ക്ലീനിംഗ് സ്റ്റാഫായ ജോബിനായിരുന്നു മുറി ബുക്ക് ചെയ്തത്. ഹോട്ടൽ മാനേജറോട് ഭാര്യയാണെന്നാണ് പരിചയപ്പെടുത്തിയത്. തുടർന്ന് ഇന്നലെ രാവിലെയാണ് ജീവനക്കാർ മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ജോബിൻ പുലർച്ചെ 4 മണിയോടെ ലോഡ്ജ് വിട്ടു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ഇതിനിടയിൽ കൊലപാതകം നടന്നെന്നുമാണ് പോലീസിന്റെ നിഗമനം. കോഴിക്കോട് സ്വദേശിയായ യുവതി വിവാഹിതയാണ്. എറണാകുളത്തെ ഹോട്ടലിൽ പാചകക്കാരിയായി ജോലി ചെയ്യുമ്പോഴാണ് ഇതേ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ ജോബിനുമായി അടുപ്പത്തിലാകുന്നത്. ഒരാഴ്ച മുൻപാണ് ജോബിൻ ആറ്റിങ്ങലിലെ ഹോട്ടലിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. തിരിച്ചറിയൽ കാർഡൊന്നും ജോബിൻ ലോഡ്ജിൽ നൽകിയിരുന്നില്ല. ഇതിനിടയിലാണ് ഭാര്യയാണെന്ന് പറഞ്ഞ് യുവതിയുമായി ലോഡ്ജിലെത്തി മുറിയെടുക്കുന്നത്. അസ്മിനെയെ മുറിയിലാക്കിയ ശേഷം ജോബിൻ സഹപ്രവർത്തകർക്കൊപ്പം റിസപ്ഷനിൽ എത്തിയിരുന്നു. രാത്രി 1:30-യോടെയാണ് ഇയാൾ മുറിയിലേക്ക് പോയതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. രാവിലെ ഇരുവരെയും കാണാതായതോടെ ജീവനക്കാർ വാതിലിൽ മുട്ടി. തുറക്കാതായതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു അസ്മിനയുടെ മൃതദേഹം. കയ്യിലും തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവേറ്റിട്ടുണ്ടെന്നും വസ്ത്രത്തിലും ചുമരിലും തറയിലും കട്ടിലിലുമൊക്കെ രക്തം പുരണ്ടിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. മുറിയിൽ പൊട്ടിയ നിലയിൽ മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും തലയിൽ കുപ്പി കൊണ്ടടിച്ചതിലുണ്ടായ പരിക്കായിരിക്കാം മരണകാരണമെന്നുമാണ് സംശയം. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ജോബിൻ ജോർജിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.